ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് തന്നെ എന്ന് ഉറപ്പിക്കാം. വേറെ ഒന്നുമല്ല, നമ്മളിത് അവാർഡ് ജൂറിയിലുള്ള ആളുകളൊന്നുമല്ല. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇന്ന് പരക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു നാഷണൽ അവാർഡിൻ്റെ ഈ ഒരു ടൈമിലെ ആദ്യത്തെ വീഡിയോ ഇട്ടത് നമ്മളുടെ ചാനലിൽ തന്നെയാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിക്കോ മോഹൻലാലിനെയോ കിട്ടുന്നത് നമുക്ക് വലിയ സന്തോഷം തന്നെയാണ്. ഇവിടെ ഫാൻസ് ഉണ്ടാവാം, പല കാര്യങ്ങളുണ്ടാവാം. പക്ഷേ മമ്മൂട്ടി, മോഹൻലാൽ ഇത് നമ്മളുടെ ഒരു വല്ലാത്ത അഹങ്കാരമാണ്, വലിയ സന്തോഷവുമാണ്. അപ്പോൾ അവരിൽ ഒരാൾക്ക് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമാണ് സിനിമയെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിക്കും. പലർക്കും അതിൽ കണ്ണുകടി ഉണ്ടെന്നറിയാം. പ്രത്യേകിച്ച് മമ്മൂട്ടി എന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് തവണ 37 തവണയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 3 തവണയാണ് നാഷണൽ അവാർഡ് നേടിയിരിക്കുന്നത്. ഈ വർഷവും അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അടുത്ത വർഷം കാതൽ എന്ന സിനിമയ്ക്ക് വേണ്ടി നോമിനേഷൻ ഉറപ്പുള്ളതുമാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഇങ്ങനെ വലിയ വലിയ വാദോരാത ഘോരഘോരം പ്രസംഗിക്കുന്നത്. നമ്മളിട്ട ഒരു വീഡിയോ തന്നെയാണ്. കാന്താരയും അതേപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കത്തിലെ പ്രകടനത്തിനും കൂടി ആയിരിക്കാം കട്ടയ്ക്ക് കോമ്പറ്റീഷൻ എന്നുള്ളത്. അത് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. നിങ്ങൾ ഡേറ്റ് വെച്ച് നോക്കിയാൽ, സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് അറിയാൻ കഴിയും. നാഷണൽ അവാർഡ് കാറ്റഗറിയിൽ ആദ്യത്തെ വീഡിയോ ഗ്രേറ്റ് മീഡിയാസിൽ നിന്ന് തന്നെയാണ് വന്നത്. ഇനി മമ്മൂട്ടിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഗംഭീരം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് 3 സിനിമകളാണ് മമ്മൂട്ടിക്കുള്ളത്. ഒന്ന് നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്. മികച്ച പ്രകടനം തന്നെയാണ് റോഷാക്ക്. ഒരുപാട് പേര് അതിനെ പ്രകടനമല്ല എന്ന് പറയുമ്പോൾ സിനിമ എടുത്ത് കാണുന്നവർക്കറിയാം അന്യായമായ പെർഫോമൻസ് ആണ്. അതായത് ഇതുവരെ കണ്ടിരിക്കുന്നതിൽ വെച്ച് മികച്ച പ്രകടനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമകൾ. നമുക്ക് ഹോളിവുഡ് സിനിമകളെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള പ്രകടനം തന്നെയാണ് മമ്മൂട്ടിയുടെ അഭിനയം അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു കൊമേഴ്ഷ്യൽ സിനിമ, ഒരു പരീക്ഷണ സിനിമ എന്നുള്ള രീതിയിൽ ആളുകൾ അത് കാണുന്നുകൊണ്ടാണ്. നൻപകൽ നേരത്ത് മയക്കം ഒരു തരത്തിലും രക്ഷയില്ലാത്ത സിനിമ തന്നെയാണ്. 2 ക്യാരക്ടറായിട്ട് മമ്മൂട്ടി അഴിഞ്ഞാടുന്ന കാര്യമാണ്. പിന്നീട് പുഴു എന്ന സിനിമയും നമുക്കറിയാം. പക്ഷേ അത് മമ്മൂട്ടിയുടെ കരിയറിലെ വലിയ സംഭവമായിട്ട് നമുക്ക് പറയില്ല. പക്ഷേ അതിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രകടനം അതിഗംഭീരം തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്താവുന്ന കാര്യമാണ്. ഈ 3 സിനിമകളാണ് മമ്മൂട്ടിയുടെ നാഷണൽ അവാർഡിനകത്തിലേക്ക് പോയിരിക്കുന്നത്. ഫൈനൽ റൗണ്ടിലേക്ക് ഏതൊക്കെ എത്തുമെന്നുള്ളത് ഇനിയും കണ്ടറിയണം. ഇനിയും കാന്താര എന്ന സിനിമ നമുക്ക് ഏറെ പ്രിയങ്കരമായ സിനിമയാണ്. ഏകദേശം 4 പ്രാവശ്യമോളം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ആ ഒരു സിനിമയിൽ ഋഷഭ് ഷെട്ടിയുടെ പ്രകടനവും അതിഗംഭീരം തന്നെയാണ്. ഇത് നമ്മളും പറഞ്ഞാണ്, ഒന്നെങ്കിൽ ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളാണ് അർഹൻ. ഇവർ ആർക്ക് കൊടുത്താലും നമുക്ക് സന്തോഷം തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളി എന്നുള്ള ഒരു കാര്യത്തിൽ അത് മമ്മൂക്കയ്ക്ക് തന്നെ കിട്ടണം എന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹം തന്നെയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇപ്പോൾ മമ്മൂക്ക അല്ല മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടണമെന്നേ നമ്മൾ ആലോചിക്കുകയുള്ളൂ. അതിനകത്തിൽ നമുക്ക് വേറെ ഒരു കാര്യവുമില്ല. കാരണം അവരെ അത്രയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്കറിയാം ഇവരെ രണ്ടുപേരെയും നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്നുള്ളത്. ഒരുപാട് പേര് അതേപോലെ ഉണ്ടാകാം. ചിലർക്ക് കടുത്ത മമ്മൂട്ടി ആരാധന ഉണ്ടാകും, ചിലർക്ക് മോഹൻലാൽ ആരാധന മാത്രമായിട്ടുണ്ടാകാം. പക്ഷേ ഒരു കാര്യം പറയാം, ഇവിടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മമ്മൂക്ക തന്നെയാണ്. ചരിത്രം അല്ലെങ്കിൽ ഇതുവരെയുള്ള ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ മമ്മൂക്കയ്ക്ക് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് 20-25 വർഷമായിട്ട് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കാര്യം. അതുതന്നെയാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത്, അദ്ദേഹത്തിന് ലഭിക്കാൻ ചാൻസ് ഇല്ല. നമ്മളും അങ്ങനെ തന്നെ കാണുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അർഹനാണ് പലവട്ടം, പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കാറില്ല എന്നുള്ള പല കാരണങ്ങൾ പറഞ്ഞ് അത് മാറ്റുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ 2 സിനിമകളിൽ ഒന്നിൽ ഏതെങ്കിലും ഒരെണ്ണം നാഷണൽ അവാർഡ് അടിക്കും. അതിനകത്തിൽ ഏറെയും മമ്മൂട്ടീനെ നൻപകൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അത്ഭുതങ്ങൾ വന്നാൽ ഒരുപക്ഷെ റോഷാക്കിലെ പ്രകടനത്തിന് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് വരും. എന്താണേലും 3 സിനിമകളിലെ പ്രകടനം എടുത്തു വെക്കുമ്പോൾ തീർച്ചയായും മമ്മൂട്ടിയോളം മുട്ടി നിൽക്കാൻ അല്ലെങ്കിൽ മമ്മൂട്ടിയോട് ഒന്ന് കുരുക്കാൻ പോലും ഒരു നടനുമില്ല എന്നുള്ളത് സത്യം, പരമാർത്ഥമാണ് എന്ന് നമുക്കറിയാം. അത് ഇന്നത്തെ കാലഘട്ടത്തിലല്ല, തുടക്ക കാലഘട്ടം മുതലാണ്. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു താരമുണ്ടെങ്കിൽ അത് മോഹൻലാൽ മാത്രമായിരുന്നു. ഇവർ കട്ടയ്ക്കാണ്. ഇവരുടെ 2 പേരുടെയും റേഞ്ച് നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. മമ്മൂട്ടിയുടെ മറ്റൊരു റേഞ്ചിൽ നിൽക്കുമ്പോൾ മോഹൻലാലിൻ്റെ വേറൊരു റേഞ്ചിലേക്ക് പോകുന്നു. ഇവർ 2 പേരും അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഭകളാണ്. അഭിനയിക്കാൻ വേണ്ടി മാത്രം ജനിച്ച വ്യക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് കഴിഞ്ഞ 45 വർഷമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ട് തന്നെ ഇത്രയും സൗഹൃദമായി അവർ പോകുമ്പോൾ ചില ടോക്സിക് ഫാൻസുകൾ മാത്രം വലിയ രീതിയിൽ വഴക്കുണ്ടാക്കുന്നു. പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന ലെവലിൽ ഫാൻഷിപ്പ് ബേസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കൽ, അത് സ്കൂൾ കാലഘട്ടം മുതൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന കാലഘട്ടം വരെയുണ്ട്. പക്ഷേ ചില ചാനലുകാർ അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. 100-ന് മുകളിലും അല്ലെങ്കിൽ 100-നടുത്തുമൊക്കെയുള്ള സബ്സ്ക്രൈബേഴ്സുള്ള ചാനലുകാർ ഇപ്പോഴും അത് ചൊറിഞ്ഞ് പോകുന്നു എന്നുള്ളത് മാത്രം. കാരണം അതിനൊന്നും വലിയ കാര്യമില്ല. ഈ മമ്മൂട്ടിയുടെ വീഡിയോ ചെയ്തിട്ടാണ് അവർക്ക് വ്യൂസ് വരുന്നതെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. മമ്മൂട്ടി വീഡിയോസ് ഇല്ലെങ്കിൽ തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബേഴ്സിന് വലിയ ഇടിവ് തന്നെയാണ് അവരുടെ വീഡിയോയ്ക്കുള്ള വ്യൂസിന്. അത് മനസ്സിലാക്കിയിട്ട് പോലും ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു പോകുന്നു. എന്താണേലും
അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഒരുപാട് പേർ. അതായത് മമ്മൂട്ടി ആരാധകരല്ല, അല്ലാത്തവർ പോലും ആഗ്രഹിക്കുന്നു. കാരണം അർഹനായ വ്യക്തി അദ്ദേഹമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണെങ്കിലും ലഭിക്കട്ടെ, ലഭിക്കുമെന്ന് ഉറപ്പിക്കുന്നു, ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വട്ടം അദ്ദേഹത്തിനെ തഴയാൻ കഴിയാതാകട്ടെ. തീർച്ചയായും അദ്ദേഹത്തിന് ഈ ഒരു പ്രകടനത്തിലൂടെ അല്ലെങ്കിൽ ഈ 3 സിനിമകളുടെ പ്രകടനത്തിലൂടെ വരട്ടെ. കാതൽ തക്കോർ എന്ന സിനിമ അടുത്ത വർഷം നാഷണൽ അവാർഡിന് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ രീതിയിലുള്ള പ്രകടനം തന്നെയാണ് കാതൽ തക്കോർ വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഡേ പീഡിയാസ്.